കേരളത്തിൽ ബി ജെ പിയുടെ അവസ്ഥ എൻ്റെ ഇനീഷ്യൽ വരക്കും. എൻ്റെ ഇനീഷ്യൽ ഒ അബ്ദുള്ള എന്നാണ്. ഓ എന്ന് എഴുതിയാൽ ഇംഗ്ലീഷിലെ പൂജ്യം, വട്ടപ്പൂജ്യം. ഇപ്പോൾ തൃശ്ശൂരും എടുക്കൂ എന്നൊക്കെ പറയുന്ന പലരും ഇങ്ങനെ കൈയാട്ടുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി അടിക്കടി തൃശ്ശൂർ വരുന്നുണ്ടെങ്കിലും സാധ്യമല്ല. പരമാവധി ക്രിസ്ത്യൻ വോട്ടുകളെയാണ്. ക്രിസ്ത്യാനികളെ അടുപ്പിച്ച് നിർത്തി അവരുടെ കൂടി പിന്തുണ കിട്ടുകയാണെങ്കിൽ അവർക്ക് തൃശ്ശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത്, കൊല്ലം, 2-3 സാധ്യതകളുണ്ട്. പക്ഷേ അവരെ വേണ്ടത്ര വെറുപ്പിച്ചിട്ട് മണിപ്പൂർ ആ സംഭവത്തിൽ 374 പള്ളികളാണ് തകർത്ത് ക്രിസ്ത്യാനികളെ. ഒരു ഉഷിറോട് കൂടി തങ്ങൾക്കെതിരായ ഇത്തരം നടപടികൾക്ക് നമ്മൾ മറുപടി നൽകുന്നു, അതിനെ നേരിടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനുഭവം ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ വളരെ 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 കുറവാണ്. ഇപ്പോഴും മുസ്ലിങ്ങളെ ആണ് അവർ പ്രധാന ശത്രുക്കളായി കാണുന്നത്. മുസ്ലിങ്ങളാവട്ടെ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ യാതൊന്നും ചെയ്തിട്ടില്ല. ക്രിസ്ത്യാനികൾ ഇവിടുത്തെ ഹിന്ദുക്കളെ സോപ്പിട്ട് അവരോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനിടയിലാണ് പറഞ്ഞ സംഭവം നടന്നത് മണിപ്പൂർ. അതോടുകൂടി അവർക്ക് മനസ്സിലായി ഇവരുടെ കൂടെ കൂടിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. നല്ലോണം കിട്ടി. അതിനെ വഴങ്ങിക്കൊടുക്കാൻ കുറച്ച് ഇവരുടെ ആ ലോകട്ടെ കുറേ പുരോഹിതന്മാരുണ്ട്. ആ പുരോഹിതന്മാരാണ് ആദ്യം നിലക്ക് നിർത്തേണ്ടത്. അവർക്ക് ഈ സമുദായത്തെ, അവരുടെ ബന്ധപ്പെട്ട സമുദായത്തെ ആർജവത്തോടുകൂടി നയിക്കാൻ കഴിയില്ലെങ്കിൽ അവർ ആ പണി മാറ്റി പോകണം. ബി ജെ പിക്ക് അവരുടെ ആ സവർണ ഹിന്ദുത്വം മുസ്ലിങ്ങളുടെ നേരെ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ നേരെ മാത്രമല്ല, ഹൈന്ദവ സമുദായങ്ങളോട് അവരെങ്ങനെയാണ് ഇത്രയും കാലം അവർ പെരുമാറിയത് എന്നതിന് ചരിത്രവും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഓർമ്മകളും ഉദാഹരണങ്ങളായിട്ടില്ലേ. തൊടാൻ പാടില്ല, അടുത്തിരിക്കാൻ പാടില്ല, ഒരു കിണന്ന് വെള്ളം എടുക്കാൻ പാടില്ല, ഒരു കുളത്തിൽ നിന്ന് കുളിക്കാൻ പാടില്ല. എന്ത് കാര്യത്തിലാണ് തൊട്ടുകൂടാത്തവർ, തിണ്ടിക്കൂടാത്തവർ എന്നൊക്കെ വെറുതെ പറഞ്ഞ കുമാരനാശാനൊക്കെ അത്രത്തോളം ആഫ്രിക്കയിലെ ആ വനാന്തരങ്ങളിൽ അധിവസിക്കുന്നതിൽ പോലും അങ്ങനെ പെരുമാറിയിട്ടില്ല. ഇത്രയും നീചമായിട്ട് സ്വന്തം പട്ടിനെ കാറിൽ കയറ്റും. ഡ്രൈവർ ഇയാളാണ് ഒരു അവർണൻ, കാറിൻ്റെ ഉടമസ്ഥൻ നായര. അപ്പോൾ അങ്ങാടിയിൽ കൂടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നതായ അതിലൂടെ പോകുമ്പോൾ ഇയാൾ ഇറങ്ങി നടക്കുക. കേരളത്തിൽ ബി ജെ പിയുടെ അവസ്ഥ എൻ്റെ ഇനീഷ്യൽ വരക്കും. എൻ്റെ ഇനീഷ്യൽ ഒ അബ്ദുള്ള എന്നാണ്. ഓ എന്ന് എഴുതിയാൽ ഇംഗ്ലീഷിലെ പൂജ്യം, വട്ടപ്പൂജ്യം. ആ പൂജ്യത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് വേറെ നോക്കേണ്ടത്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും. അപ്പോൾ തൃശ്ശൂരും എടുക്കൂ എന്നൊക്കെ പറയുന്ന പലരും ഇങ്ങനെ കൈയാട്ടുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി അടിക്കടി തൃശ്ശൂർ വരുന്നുണ്ടെങ്കിലും സാധ്യമല്ല. പിന്നീട് അവർ ശ്രമിക്കുന്നത് പരമാവധി ക്രിസ്ത്യൻ വോട്ടുകളെയാണ്. ക്രിസ്ത്യാനികളെ അടുപ്പിച്ച് നിർത്തി അവരുടെ കൂടി പിന്തുണ കിട്ടുകയാണെങ്കിൽ അവർക്ക് തൃശ്ശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത്, കൊല്ലം, 2-3 സാധ്യതകളുണ്ട്. പക്ഷേ അവരെ വേണ്ടത്ര വെറുപ്പിച്ചിട്ട് അന്നത്തെ ആ മണിപ്പൂർ ആ സംഭവത്തിൽ 374 പള്ളികളാണ് തകർത്ത് ക്രിസ്ത്യാനികളെ. ഏതാണ്ട് അതിനേക്കാൾ അധികം ആളുകൾ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളെ ഒരു വിഭാഗം എക്കാലത്ത് എവിടെയും അവരങ്ങനെയാണ് ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുക. നമ്മളിപ്പോൾ നമ്മളൊരാൾ അടിക്കുന്നുണ്ടെങ്കിൽ ആ അടിക്കുന്ന ആളുടെ ആ കക്ഷത്തേക്ക്, ആ മടിയിലേക്ക് നമ്മൾ ചേർന്ന് നിന്നാൽ ഇയാൾക്ക് പിന്നെ കൈകൊണ്ട് നമ്മൾ അടിക്കാൻ കഴിയില്ല. അങ്ങനെ വരുന്നൊരു സമുദായം ഒരു ഉഷിറോട് കൂടി തങ്ങൾക്കെതിരായ ഇത്തരം നടപടികൾക്ക് നമ്മൾ മറുപടി നൽകുന്നു, അതിനെ നേരിടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനുഭവം ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ വളരെ 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 കുറവാണ്. ഇപ്പോഴും മുസ്ലിങ്ങളെ ആണ് അവർ പ്രധാന ശത്രുക്കളായി കാണുന്നത്. മുസ്ലിങ്ങളാവട്ടെ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ യാതൊന്നും ചെയ്തിട്ടില്ല. ഒരു സംഘടന, ഒരു ഏറ്റുമുട്ടലോ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് ഉണ്ടായിട്ടില്ല. എന്നല്ല വിശ്വാസപരമായി ഈ അറബി ഭാഷയിൽ പറയുന്നൊരു വാക്കുണ്ട്, അല്ലതിനെ യുമിനു ബിൽ കുത്തുബി സമാവിയ, ആകാശത്ത് നിന്ന്, അതായത് ദൈവത്തിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥത്തിൽ, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവർ. രണ്ടു കൂട്ടരും അങ്ങനെയാണ്. അവരുടെ ഈ ബൈബിൾ എന്ന് പറയുന്ന ഇഞ്ചീൽ അല്ലെങ്കിൽ തൗറ, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ ദൈവത്തിൽ നിന്ന് അവതരിച്ചതാണെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു, ഒരേ വിശ്വാസം. ഖുർആനും അതുപോലെയാണ്. അത് ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നില്ല. ഈ ഒരു വ്യത്യാസം, അത്രയും അവർ രണ്ടു കൂട്ടരും അടുത്തവരാണ്. പക്ഷെ അതിന് പകരം ക്രിസ്ത്യാനികൾ ഇവിടുത്തെ ഹിന്ദുക്കളെ സോപ്പിട്ട് അവരോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനിടയിലാണ് പറഞ്ഞ സംഭവം നടന്നത് മണിപ്പൂർ. അതോടുകൂടി അവർക്ക് മനസ്സിലായി ഇവരുടെ കൂടെ കൂടിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. നല്ലോണം കിട്ടി. ആ ദൈവം കൊടുത്ത, അതിന് മുമ്പ് ഒരു വലിയ രണ്ടു കൂട്ടരും വളരെ വളരെ കണ്ട് അടുത്ത് മുസ്ലിങ്ങളെ വരെ ചാടി വീഴാൻ വേണ്ടി ഇങ്ങനെ നോക്കുക. ആ സന്ദർഭത്തിലാണ് മണിപ്പൂർ സംഭവിച്ചത്. എന്നിട്ട് ഇപ്പോഴും ചാനലിൻ്റെ ഒക്കെ വന്നിട്ട് ന്യായീകരിക്കാൻ കഴിയുന്നിടത്തോളം ന്യായീകരിക്കാതെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായതാണ്, രണ്ട് സമുദായങ്ങൾ തമ്മിലല്ല. സമുദായം വിഭാഗങ്ങൾ കൂടിയതല്ലേ സമുദായം. മനുഷ്യന്മാരെ തന്നെയല്ലേ അതിനകത്തുണ്ടാവുക സമുദായത്തിൽ.
അപ്പോൾ കുറേ ന്യായീകരണങ്ങൾ കണ്ടു, അത് അങ്ങനത്തെ അല്ല അങ്ങനെയല്ല എന്നൊക്കെ കൂടി പറഞ്ഞിട്ട്. കാരണം തൽക്കാലം അവർക്ക് ആ വോട്ട് വേണം. അതിനെ വഴങ്ങിക്കൊടുക്കാൻ കുറച്ച് ഇവരുടെ ആ ലോകട്ടെ കുറേ പുരോഹിതന്മാരുണ്ട്. ആ പുരോഹിതന്മാരാണ് ആദ്യം നിലക്ക് നിർത്തേണ്ടത്. അവർക്ക് ഈ സമുദായത്തെ, അവരുടെ ബന്ധപ്പെട്ട സമുദായത്തെ ആർജവത്തോടുകൂടി നയിക്കാൻ കഴിയില്ലെങ്കിൽ അവർ ആ പണി മാറ്റി പോകണം. അതാണ് അവർ ചെയ്യേണ്ടത്. അതാണ് ഇതുകൊണ്ടാണ് ഈ പുരോഹിതന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വളരെ മോശമായ പരാമർശം നടത്തി. പിന്നെ കസീർ മിൻ റുബാൻ, അധിക പുരോഹിതന്മാർ യൗക്കുൽ അംവാൽ നസ്ബിൽ ബാത്തിൽ, തെറ്റായ രീതിയിൽ ജനങ്ങളുടെ പണം തട്ടിയെടുത്ത് വിഴുങ്ങുന്നവരാണെന്നാണ്. അവർ നല്ലതല്ല തിന്നുന്നത്. അത് ഖുർആൻ അവരുടെ നേരെ നടത്തിയ ഉഗ്രം വിമർശനമാണ്. അതാണ് ശരിയും. അപ്പോൾ അവർക്ക് അവരുടെ സ്ഥാനം, അവരുടെ പദവിയും ഭക്ഷണവും അതുപോലത്തെ താല്പര്യങ്ങളാണ്. അതിന് സമുദായം വഴങ്ങുന്നില്ല. ഇപ്പോൾ ക്രിസ്ത്യാനികൾ കുറേ ബോധവൽ വെച്ചവരായിട്ടുണ്ട്, അവരതിനെ ചെറുക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ബി ജെ പിക്കാരെന്തുകൊണ്ട് പിന്നെ കേരളീയർ എന്തുകൊണ്ട് ബി ജെ പിയെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല? ബി ജെ പി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒന്ന് വിശകലനം ചെയ്താൽ അതിനർത്ഥം മനസ്സിലാവും. അതായത് ഇവിടെ ഹിന്ദു ബ്രാഹ്മണ മേധാവിത്വം അടിച്ചേൽപ്പിക്കും. അപ്പോൾ ബ്രാഹ്മണ മേധാവിത്വം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരാൾ, ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ 10 or 100 ബ്രാഹ്മണന്മാർ ഇവിടുത്തെ കലക്ടർമാരും ഇവിടുത്തെ തഹസിൽദാർമാരും ഇവിടുത്തെ മുഖ്യമന്ത്രിമാരുമായി വരിക എന്നതിൽ ഒതുങ്ങുന്നതല്ല. ഇവിടെ കേരളം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5 or 6 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ ബ്രാഹ്മണന്മാർ മാത്രമേ, സവർണർ, ബ്രാഹ്മണൻ എന്ന വാക്ക് അറിയാം, ഒഴിവാക്കാം, സവർണരാണ് ആയിട്ടുള്ളത്. ഇവിടുത്തെ ചീഫ് സെക്രട്ടറിമാരും വേറെയുള്ളതൊക്കെ ജില്ലാ കലക്ടർമാർ. ഒരു കുറഞ്ഞ ദിവസം ഒരു 5-6 മുസ്ലിം കലക്ടർമാർ വന്നിരുന്നു. അപ്പോഴേക്ക് നമ്മളെ പിന്നെ എന്താ ജോസഫിനെ പോലത്തെ ആൾക്കാർ ബഹളം കൂട്ടി. അവരൊക്കെ പിന്നെ സെക്രട്ടറിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വലിഞ്ഞു ചെയ്യും. അപ്പോൾ പുറത്തൊരൊറ്റ കലക്ടർ മുസ്ലിമില്ലല്ലോ, ഒരു 5-6 പെണ്ണുങ്ങൾ, സ്ത്രീകളടക്കമുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വളരെ മോശമായി കാണുക. ഇതാണ് അവരുടെ രീതി. അപ്പോൾ ഇവർക്ക് ഈ പിന്നെ എന്താ പറയുക, മേധാവിത്വം അത് നിലനിർത്തണം. ബി ജെ പിക്ക് അവരുടെ ആ സവർണ ഹിന്ദുത്വം മുസ്ലിങ്ങളുടെ നേരെ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ നേരെ മാത്രമല്ല, ഹൈന്ദവ സമുദായങ്ങളോട് അവരെങ്ങനെയാണ് പിന്നെ ഇത്രയും കാലം അവർ പെരുമാറിയത് എന്നതിന് ചരിത്രവും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഓർമ്മകളും ഉദാഹരണങ്ങളായിട്ടില്ലേ? പിന്നെ മറ്റവന് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ വയലിൻ്റെ അവിടെ നിന്ന് പുറപ്പെട്ടാൽ ഇവരും മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വരമ്പത്തൂടെ ഓടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാറിക്കൂ കൈമോട് വരുന്നു, മറ്റാൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തൊടാൻ പാടില്ല, അടുത്തിരിക്കാൻ പാടില്ല, ഒരു കിണറിന് വെള്ളം എടുക്കാൻ പാടില്ല, ഒരു കുളത്തിൽ നിന്ന് കുളിക്കാൻ പാടില്ല. എന്ത് കാര്യത്തിലാണ്? തൊട്ടുകൂടാത്തവർ, തിണ്ടിക്കൂടാത്തവർ എന്നൊക്കെ വെറുതെ പറഞ്ഞ കുമാരനാശാനൊക്കെ. അത്രത്തോളം ആഫ്രിക്കയിലെ ആ വനാന്തരങ്ങളിൽ അധിവസിക്കുന്നതിൽ പോലും അങ്ങനെ പെരുമാറിയിട്ടില്ല. ഗ്രീക്കുകാർ അവരുടെ അടിമകളോട് ഈ ഇന്ത്യയിലെ സവർണർ ഇവിടുത്തെ അവർണരോട് പെരുമാറിയ പോലെ പെരുമാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഇംഗ്ലീഷ് എഴുത്തുകാരൊക്കെ എഴുതി വെച്ചതുണ്ട്. അത്രയും നീചമായിട്ട് സ്വന്തം പട്ടിനെ കാറിൽ കയറ്റും. ഡ്രൈവർ പിന്നെ ഒരു ഇയാളാണ്, ഒരു അവർണൻ. പിന്നെ കാറിൻ്റെ ഉടമസ്ഥൻ നായരാ. അപ്പോൾ അങ്ങാടിയിൽ കൂടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നതായ അതിലൂടെ പോകുമ്പോൾ ഇയാൾ ഇറങ്ങി നടക്കേണ്ടി, കാരണം പിന്നെ കക്ഷിക്ക് മറ്റേ ആളെ കൂടെ യാത്ര ചെയ്ത് ഇവർ കാണാൻ പാടില്ല. ഇതൊക്കെ എത്രയോ പുസ്തകങ്ങളിലുള്ളതാണ്. ആ ഉച്ചനീചത്വം അവരുടെ മനസ്സിൽ പോകാത്തിടത്തോളം കാലം. എന്താ പണ്ട് CH മുഹമ്മദ് സാഹിബ് EMS പറ്റി പറഞ്ഞില്ലേ? EMS പൂന്നൂര് പിന്നെ കുപ്പായത്തിന് ഷർട്ടിൻ്റെ മുകളിലല്ല, വയറിൻ്റെ മുകളിലല്ല, വയറിൻ്റെ അടിയിലാണ്. അയാളെപ്പോലത്തെ ഒരു മഹാനില്ല. അയാൾക്ക് പോലും അതിൽ നിന്ന് പൂർണ്ണമായി മുക്തനാകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് CH പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ആഢ്യ മനോഭാവം കേരളത്തിലെ പ്രബുദ്ധരായ ജനത വകവെച്ചു കൊടുക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. ഒരു സീറ്റും കിട്ടില്ല. ഈ ക്രിസ്ത്യൻ സമുദായത്തിലെ അച്ഛന്മാരെന്തെങ്കിലും ചെയ്ത് വല്ല ചതി നടത്തിയാലോ 1-2 സീറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കേൾക്കില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. അച്ഛന്മാരെ അവർക്ക് മനസ്സിലായി ഈ ലോഹൻ്റെ ഉള്ളിലൊക്കെ എന്താ ഉള്ളത് എന്നുള്ളത്.